മക്കളെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇതുവരെയുള്ള എക്സാംസ് ഒക്കെ. അടിപൊളിയായിട്ട് എല്ലാവരും സെറ്റായിട്ട് ഇത്തവണത്തെ എക്സാംസ് ഒക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ടില്ലേ? അപ്പോൾ നമ്മളും ഒരുപാട് സന്തോഷമാണ്. കാരണം നിങ്ങൾ ഓരോ എക്സാം കഴിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മെസ്സേജൊക്കെ അയക്കാറുണ്ട് അല്ലേ? ഒരുവിധം എല്ലാവരും നമുക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മിസ്സേ എക്സാം എളുപ്പമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, പറഞ്ഞ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയാറുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും നമ്മൾ അതേപോലെ തന്നെ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ ഇപ്പോൾ 6ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി എൻ്റെ കുട്ടികൾ 6ാം ക്ലാസ്സിൽ നിന്ന് നേരെ 7ാം ക്ലാസ്സിലേക്കാണ് മാറാനായിട്ട് പോകുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിന് നമ്മളിനി നമ്മുടെ സെയിം ചാനലിൽ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇനി നമുക്ക് 5ാം ക്ലാസ്സിൽ നിന്ന് വരുന്ന കുട്ടികൾക്കുള്ളതാണ് നമ്മുടെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ 6ാം ക്ലാസ്സിൻ്റെ ചാനൽ. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? 7ാം ക്ലാസ്സിൻ്റെ ഈ ചാനലാണ് ഇനി എൻ്റെ കുട്ടികൾക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഇച്ചിരി ഒരു സ്വയം പുകഴ്ത്തുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് സ്വയം പുകഴ്ത്തലാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് സഹിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറേ ക്ലാസ്സുകൾ, അതായത് ഇവിടെയാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായാലും റെക്കോർഡ് ക്ലാസ് ആയാലും റെക്കോർഡ് ക്ലാസ് ഇല്ല, ലൈവ് ക്ലാസ് ആയി കഴിഞ്ഞാൽ ഷോർട്സ് ആയി കഴിഞ്ഞാലും എല്ലാം അതിൻ്റെ കുട്ടികൾക്ക് ഇവിടെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, റെഡി? അപ്പോൾ നമ്മുടെ മോർണിംഗ് ബൂസ്റ്റർ കണ്ടോ, നമ്മൾ 7ാം ക്ലാസ് തകർത്തെടുത്തോണ്ടിരിക്കുക. അടിപൊളിയായിട്ട് ഫുൾ എല്ലാ ക്വസ്റ്റ്യൻസും അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ? ചുമ്മാ തള്ളൽ വിഷയം അല്ലേ, എന്താണ് അല്ലേ, ഇങ്ങനെ വെറുതെ സെയിം ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ തന്നെ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും എന്നൊക്കെ അല്ലേ? ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ 6ാം ക്ലാസ്സിലായ സമയത്ത് 6ാം ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചില്ലേ, അതേപോലെ തന്നെ നമ്മൾ 7ാം ക്ലാസ്സിലും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ എക്സാമിന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രൂഫ് വേണോ? കാണിച്ചുതരാം. ഓക്കെ, വെറുതെ ഒന്നും മിസ് പറയില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ നമ്മുടെ ബേസിക് സയൻസിൻ്റെ നമ്മുടെ 7ാം ക്ലാസ്സിൽ നടന്ന ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് മിസ് ഓരോ ക്വസ്റ്റ്യൻ്റെ അടുത്ത് തന്നെയായിട്ട് കണ്ടോ, മിസ്സിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടില്ലേ? വെറുതെ വെച്ചിട്ടുള്ളതല്ല, നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ABC എന്നൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പല ഫോട്ടോസ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത് കണ്ടോ. അപ്പോൾ മിസ് മാത്രമല്ല, നമ്മുടെ ദിൽഷാ മിസ്സിൻ്റെ കട്ടൊക്കെ കൂടിയുണ്ട്. അപ്പോൾ മിസ്സും ദിൽഷാ മിസ്സും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇനി 7ാം ക്ലാസ്സിൽ ബേസിക് സയൻസ് സെറ്റാക്കി തരാനായിട്ട്. അപ്പോൾ 6ാം ക്ലാസ്സിൽ നമ്മുടെ ഒരു ലെവൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമ്മൾ 7ാം ക്ലാസ്സിലാവുന്ന നമ്മൾ തകർക്കും. ഓക്കെ, ആഡിസ് പൊളിക്കാൻ പോവാണ്. 7ാം ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം സിലബസ് മാറിയിട്ടുണ്ടായിരുന്നു, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാതും ചെയ്യും. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, അതിൽ നമ്മൾ ഇച്ചിരി പൊക്കി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതങ്ങനെ സഹിക്കും. നമ്മൾ കുറച്ച് SP ആണെന്നുണ്ടെങ്കിലും വിഷമില്ല. ഓക്കെ, അതുള്ള കാര്യങ്ങളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ധൈര്യമായിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക, ഇനി ഇങ്ങോട്ടുള്ള 7ാം ക്ലാസ്സിലും നമ്മുടെ ഈ ഒരു എക്സാമിനർ ഫാമിലിയുടെ ഭാഗമാകണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ആ കമൻറ്റ് ബോക്സ് ഓൺ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. ഇനി അഥവാ ഓൺ അല്ലാന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അടിച്ചങ്ങോട്ട് പൊട്ടിച്ചോ. ഓക്കെ, ഒന്നിനൊരു കുറവ് വരുത്തണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ബേസിക് സയൻസിൻ്റെ കാര്യം മാത്രമല്ലേ മിസ് പറഞ്ഞോളൂ, ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരെ ഇവിടെ അങ്ങോട്ട് നോക്കുക. ഇവിടെ ഷോർട്സ് എന്നുള്ള സെക്ഷൻ കണ്ടോ, 7ാം ക്ലാസ്സിലെ ഷോർട്സ് എന്ന സെക്ഷനിൽ പോവുക. ഇവിടെ വരും, കണ്ടോ, ഇവിടെ നമ്മുടെ മാത്സിലെ മേഘാമസ ബേസാറിൻ്റെ പരിപാടികളാണ് കണ്ടോ. യെസ്, അടിപൊളിയായിട്ട് കണ്ടോ, ഇവിടെ ഒരു പച്ച കളർ കാണിക്കുന്നില്ല, അതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഓക്കെ, സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപടി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇതേപോലത്തെ വീഡിയോസ് നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയം നോക്കുക അല്ലേ, മിസ് പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നുള്ളതൊക്കെ വെറുതെ നോക്കി നോക്കുക. ഇനി അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു എക്സാമിനർ ഫാമിലിയുടെ ഭാഗമായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവസാനത്തെ ഈ ഒരു മാരത്തോൺ ലൈവ് മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്നൊന്നും ആരും പറയില്ല അല്ലേ. അങ്ങനെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. കാരണം നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവസാനത്തെ 2 ദിവസം മാത്രം കണ്ടതുകൊണ്ട് ഈ ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ച് ഒറ്റയടിക്ക് ഫുൾ മാർക്ക് കിട്ടാനൊന്നും നമുക്ക് സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിന് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, ആദ്യം മുതലേ നല്ല കറക്റ്റായി സിസ്റ്റമാറ്റിക്കായി നല്ല ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കണം. എന്നാലാണ് നമുക്ക് ഫുൾ മാർക്ക് എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്കുള്ളതാണ് നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ സൃഷ്ടി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടി ബാച്ചിൽ ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ താഴെ കാണുന്ന, ഇനി ഇവിടെ കാണുന്നില്ലെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഒരു വർഷത്തെ ഫീസ് വരുന്നത് 2499 ആണ്. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, എല്ലാവരും ഒരുമിച്ച് വിളിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് അയക്കുക. അടിപൊളിയായിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു എക്സാമിനർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളിയായിട്ട് പഠിക്കാൻ മക്കളെ, നമ്മളൊരൊറ്റ ഫാമിലിയാണ്. ഫുൾ സപ്പോർട്ട് നമ്മുടെ കൂടെ, നമ്മുടെ ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഫുൾ അടിച്ചു പൊളിക്കാം.